കൂട്ടുകാരെ നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണോ. അപ്പോൾ അതേ പുല്ലൊക്കെ പറിച്ചിട്ട് ഇങ്ങനെ എത്രയും ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ എന്തെന്നാ പറയുക, പൊള്ളപ്പുല്ല് അങ്ങനെയൊക്കെ പറയുന്ന പുല്ലാണ്. നല്ല നീളത്തിൽ വളരുന്നതാണ്. തെങ്ങിനൊക്കെ തടെടുത്ത് കഴിഞ്ഞാൽ വേറെ പുല്ലോ അല്ലെങ്കിൽ നമ്മൾ എന്തെന്നാ പറയുക, തോലൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത്രയ്ക്കും പുല്ലുണ്ട്. അതുപോലെ തന്നെ ഈ വർഷം ഞാൻ തെങ്ങിന് തടെടുക്കണില്ല എന്നാണ് വിചാരിക്കുന്നത്. എല്ലാ വർഷവും അങ്ങനെ ചിന്തിക്കും, പിന്നെ നമ്മൾ ചെയ്യും. ചാണകം വാങ്ങിച്ചിടും, അതുപോലെ വളം മേടിച്ചിടും, ഈ തോലിടും, ഇതെല്ലാം ഇട്ടിട്ടും തേങ്ങയൊന്നും ഉണ്ടാവണില്ല. തേങ്ങയ്ക്ക് കുറവായതുകൊണ്ട് എനിക്ക് തോന്നി എന്തിനാ കാശ് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് തോന്നിയിട്ടാ. കാരണം പിന്നെ ഇനിയിപ്പോൾ മലയണ്ണാനും വന്ന് പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ, ഇനി ഒന്നും ചെയ്യണില്ല, ഉണ്ടാവുന്ന തേങ്ങ മതി, അത്ര തന്നെ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു. ഒരു ദിവസം 2 ദിവസം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പണിയിപ്പിച്ച് കഴിഞ്ഞാലും ദിവസങ്ങൾ ഇങ്ങനെ പോണത് അറിയില്ല കേട്ടോ. എന്താ വെച്ചാൽ പണി തീർന്നു പോകണ്ടേ അങ്ങനെ. അപ്പോൾ നമ്മുടെ കുറച്ച് നാൾ നട്ട ചെടികളൊക്കെ കാണാം. ഇവിടെ വെണ്ടത്തൈക്കൾ അന്നാൾ വെച്ചില്ലേ, കാണിച്ചില്ലേ ഞാൻ. അതാ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വഴുതനത്തൈ കേട്ടോ. അപ്പോൾ ഈ വഴുതനത്തൈക്കളൊക്കെ ഇവിടെ വെച്ചത് ഇങ്ങനെ ആയിട്ടുണ്ട്. കുഞ്ഞുണ്ണിന്നോ കയ്യോന്നിന്നോ എന്താ പറയുക, അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് സാധനം കേട്ടോ. നമുക്ക് എണ്ണയൊക്കെ കാച്ചാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതാണത്, നമ്മുടെ സുന്ദരിച്ചീരയാണിത്. നമ്മുടെ സുന്ദരിച്ചീര 2 എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനതൊന്നൊക്കെ തല നുള്ളിയിട്ട് നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വേറെ മോഡൽ ചീരയെന്ന് പറഞ്ഞിട്ട് അതുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ തലയൊക്കെ നുള്ളിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ നമ്മളിത് മുളക് തൈക്കളൊക്കെ വെച്ചത് ഇങ്ങനെ ആയിട്ടുണ്ട്. കാണാല്ലേ, ഇങ്ങനെ ആയിട്ടുണ്ട് മുളക് തൈക്കളൊക്കെ. ഈ മുളക് ഉണ്ടായിട്ടുണ്ട് കണ്ടോ. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ മുരിങ്ങയൊക്കെ മുറിച്ചത്. ഇതേ പൊടിപ്പ് വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ ദിവസം ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോവുക കേട്ടോ. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ ഇന്നത്തെ ഒരു വിശേഷം, വേറെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂറാക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറേ നാളല്ല മാസങ്ങളായി ഞങ്ങൾ ചിന്തിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഏട്ടൻ തന്നെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റാൻഡിലാണ് നമ്മൾ ചെരുപ്പുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അവർ ഡ്രസ്സിന് മാച്ച് അല്ലെങ്കിൽ ഏത് ചെരുപ്പുകൾ കണ്ടാലും അവർക്കൊരു ക്രൈസാണ് ചെരുപ്പുകൾ ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ചെരുപ്പുകൾ വാങ്ങിച്ച് കൂട്ടുമ്പോൾ നമ്മുടെ ഷൂറാക്ക് അല്ലെങ്കിൽ നമ്മുടെ ചെരുപ്പ് സ്റ്റാൻഡൊന്നും മതിയാവില്ല. അപ്പോൾ അതൊക്കെ മതിയാവാതെ വന്ന് ഒരു റാക്ക് അങ്ങനെ വെച്ചു. അങ്ങനെയൊക്കെ ആയിട്ട് നോക്കി നോക്കുമ്പോൾ ഒരു ഷൂ റാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. പിന്നെ ഞാൻ എപ്പോഴും പറയാറില്ലേ, മുറ്റത്ത് ഇങ്ങനെ പരത്തിയിടുന്നത് എനിക്കിഷ്ടമില്ല. മുറ്റത്ത് നല്ല സ്റ്റെപ്പിൻ്റെ അവിടെയാണെങ്കിലും ചെരുപ്പ് വെക്കുന്ന സ്റ്റാൻഡിൻ്റെ അവിടെ തന്നെ താഴെയായിട്ടാണെങ്കിലും അപ്പോൾ അതിങ്ങനെ പരന്ന് കിടക്കുകയാണ്. പിന്നെ വന്നു കഴിഞ്ഞാൽ കാലിൽ നിന്നൊക്കെ ഇങ്ങനെ ഓരോ ഏറാണ് കേട്ടോ ചെരുപ്പ്. അപ്പോൾ ഷൂറാക്കിൻ്റെ കാര്യം പറഞ്ഞിട്ട് കുറേ മാസങ്ങളായി എന്ന് പറഞ്ഞു. അവസാനം അവർ ആമസോണിൽ നിന്നോ അവിടെ നിന്ന് അങ്ങനെ കൊണ്ട് ഓർഡർ കൊടുത്തിട്ട് ഓൺലൈനിൽ വന്നു. എന്തായാലും അത് വന്നത് നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ അല്ല. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ മലപ്പുറത്തുനിന്ന് ഇങ്ങനെ ഒരു ടീമുണ്ട്, അങ്ങനെ നോക്കുമെന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞപ്പോൾ അത് പ്രകാരം വിളിച്ചിട്ട് വന്നു. വെറും 5 മിനിറ്റ് കൊണ്ട് അവരുടെ പണി കഴിച്ചു കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ കാണിക്കാം നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഷൂറാക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്താറായപ്പോൾ നമ്മളതിനെ വിളിച്ചു. അപ്പോൾ അതേ വന്നു. ഒരു 2 പേരാണ് വണ്ടിയിൽ വരുന്നത് കേട്ടോ. അങ്ങനെ വന്നതിന് ശേഷം അവരതൊക്കെ വണ്ടിയിൽ നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ വെക്കേണ്ട സ്ഥലം എവിടെയാണ് നമ്മൾ പറഞ്ഞു കൊടുത്താലും മതി. അപ്പോൾ ഞങ്ങൾ ശരിക്കും വെക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് നമ്മൾ കാർ ചാർജിങ്ങിനായിട്ടുള്ള ഇത് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ വെച്ച സ്ഥലത്തായതുകൊണ്ട് അവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരം നമ്മുടെ സ്റ്റെപ്പ് ഇറങ്ങണതിൻ്റെ തൊട്ട് ആദ്യം ചെടിയൊക്കെ വെക്കാനായിട്ടൊരിത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ മൂടി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അവിടെയാണ് വെക്കുന്നത്. അതിനോട് ചേർന്നിട്ട് തന്നെ കാർ പോർച്ചിൽ അതിനോട് ചേർന്നിട്ട് തന്നെ നമ്മൾ ഷൂറാക്ക്, അതായത് സാധാരണ മറ്റേ ചെരുപ്പ് സ്റ്റാൻഡും വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ വെറും 5 മിനിറ്റ് പണിയാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളൂ. ആ 5 മിനിറ്റ് പണി കൊണ്ട് അവരവരുടെ കാര്യങ്ങൾ കഴിച്ചിട്ട് പോയി. 2 പേര് വന്നു. 2 പേരും കൂടി ഇതൊക്കെ ഇറക്കി വെച്ചു. അതിന് ശേഷം അത് ഡ്രില്ല് ചെയ്തിട്ട് അവർ അതൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അങ്ങനെ കറക്റ്റ് ആ ഒരു പൊസിഷനിൽ ആ ഒരു റാക്ക് നമുക്ക് കൊള്ളുന്ന പോലെയായിരുന്നു. അപ്പോൾ വീണ്ടും എവിടേക്കോ ഈ അടുത്ത് തന്നെ അവർക്ക് ഓർഡറുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ വെറുതെ ഇങ്ങനെ അവരുടെ വണ്ടിയിൽ അതൊക്കെ ഇരിക്കുന്നുണ്ടപ്പോൾ ഒന്ന് എടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇതാണ് അവരുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്. അതിന് ശേഷം അവർ ഡ്രില്ല് ചെയ്തതിന് ശേഷം സ്ക്രൂ ഒക്കെ ഇട്ടു. അപ്പോൾ അത് ആദ്യം ഒന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ അഡ്രസ്സ് കേട്ടോ. ഫോണിൽ വിളിച്ചാൽ കിട്ടും. അപ്പോൾ ഒന്ന് കാണിച്ചു എന്ന് മാത്രം. അതുപോലെ തന്നെ 5 മിനിറ്റ് കൊണ്ട് അവരുടെ പണി കഴിച്ചിട്ട് പോയി കേട്ടോ. അപ്പോൾ 3, 5, 7 അങ്ങനെയൊക്കെ റാക്കുകളുണ്ട്. അതനുസരിച്ച് വിലയ്ക്ക് വ്യത്യാസമുണ്ട്. എല്ലാം കഴിഞ്ഞത് 5 മിനിറ്റ് കൊണ്ട് അവർ പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അതൊന്ന് എടുത്തു എന്ന് മാത്രം. പേരിച്ചാട്ട് ശല്യം ഒന്നും പറയാനില്ല. ഇന്നിപ്പോൾ അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഉള്ള പൊത്താണത് കേട്ടോ.
എങ്ങനെയാണ് അവർ വരിക, ഏതു കൂടെ വരിക നമുക്കൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ ഒരു ദിവസം രാവിലെ നമ്മൾ വന്ന് വീടിൻ്റെ ചുറ്റൊക്കെ നടന്ന് നോക്കി. രാവിലെ എൻ്റെ ഒരു പണി അങ്ങനെയാണ് കേട്ടോ. ചുറ്റൊക്കെ നടന്ന് നോക്കിയിട്ട് വരുന്ന വഴിക്ക് കാണാൻ എവിടെയെങ്കിലുമൊക്കെ ഓരോ പൊത്ത്. അപ്പോൾ അത് എങ്ങനെയാ എന്താ ഒന്നും കാണുകയില്ല, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ. പക്ഷെ ഞാൻ ഓരോ പോയിന്റിൽ നമുക്ക് അറിയുന്ന കാരണം ഓരോ പോയിന്റ് ഞാൻ അങ്ങനെ നടന്ന് നോക്കും. രാവിലെ ചായയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം എനിക്കിതാണ് പണി കേട്ടോ. അടുക്കളയിൽ നമ്മൾ ചോറൊക്കെ അടുപ്പത്ത്, അരിയൊക്കെ അടുപ്പത്തിട്ട് എന്ന് കഴിഞ്ഞാൽ, ചോറ് അടുപ്പത്തല്ല അരി അടുപ്പത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നടന്ന് നോക്കുമല്ലോ. അങ്ങനെ ചോറ് നടന്ന് നോക്കി എന്താ ഏതാന്നൊക്കെ ആയി കഴിഞ്ഞ്, മഴയുള്ള ദിവസം ഇറങ്ങില്ല കേട്ടോ, അല്ലാത്ത ദിവസം. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ കാണുന്ന ഓരോ കാഴ്ചകളാണ്. നമ്മളിത് കാണുകയില്ല, പെട്ടെന്ന് ഒരാളുടെ നോട്ടത്തിൽ പെടില്ല. എനിക്കായതുകൊണ്ട് ഇപ്പോൾ അത് കണ്ടു. ഇവിടെ കുട്ടികളാച്ചത് കാണില്ല കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.